മക്കളെ നമ്മൾ ഇന്ന് നോക്കുന്നത് മാത്തമാറ്റിക്സ് ഓഫ് ചാൻസസ് എന്ന ചാപ്റ്ററിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അതിന്റെ മുന്നേ ഈ ചാപ്റ്ററിൽ മെയിൻ ആയിട്ടും നിങ്ങൾ കേൾക്കുന്ന ഒരു വേർഡ് എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ആയിരിക്കും. ഓക്കെ, ക്വസ്റ്റ്യനിൽ നമ്മൾ മെയിൻ ആയിട്ടും കേൾക്കാൻ പോകുന്ന ഒരു വേർഡാണ് പ്രോബബിലിറ്റി. ഓക്കെ, അഥവാ സാധ്യത എന്നാണ് അതിന്റെ മലയാളം മീനിങ്, സാധ്യത. അപ്പം ക്വസ്റ്റ്യനിലൊക്കെ പറഞ്ഞിട്ടുണ്ടാവും വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി, വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി എന്നാണ് ചോദിച്ചിട്ടുണ്ടാവുക. സാധ്യത എത്ര? അപ്പം നമ്മൾ പൊതുവായിട്ട് നമ്മുടെ റിയൽ ലൈഫിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കാര്യം തന്നെയാണത്. പല സാധ്യതകളും നമ്മൾ പറയാറുണ്ട്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പം എക്സാം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പറയും എനിക്ക് 80 ഒരു 52 മാർക്ക് കിട്ടാനുള്ള സാധ്യത ഉണ്ട്. അപ്പം നമ്മളടുത്ത് വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് യുവർ മാർക്ക്, അല്ലെങ്കിൽ പാസ് ആവാനുള്ള സാധ്യത എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ പറയും ഒരു 50% പാസ് ആവാനുള്ള സാധ്യത ഉണ്ട്. 100ൽ ഒരു 50 അല്ലെങ്കിൽ 100ൽ ഒരു 80% ഞാൻ പാസ് ആവും. അങ്ങനെ നമ്മൾ പല സാധ്യതകൾ പറയാറുണ്ട്. അപ്പം അതിനെ നമ്മൾ ഡെയിലി ലൈഫിൽ പറയുന്ന സാധ്യതകളെ എങ്ങനെ നമുക്ക് മാത്സിൽ കണ്ടുപിടിക്കാം എന്നാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ നോക്കുന്നത്. മാത്തമാറ്റിക്സ് ഓഫ് ചാൻസ്, ചാൻസുകളുടെ കണക്ക് അല്ലെങ്കിൽ സാധ്യതകളുടെ കണക്ക് എന്നാണ് ഇതിന് പറയാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിൽ മെയിൻ ആയിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരേ ഒരു കാര്യമുള്ളൂ. ഏതൊരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാലും, പ്രോബബിലിറ്റിന്റെ ഏതൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാലും നിങ്ങൾ അതിൽ ചെയ്യേണ്ടത് നിങ്ങളടുത്ത് എന്തിന്റെ പ്രോബബിലിറ്റി ആണോ കാണാൻ പറഞ്ഞത്, നമ്മളടുത്ത് എന്താണ്. ഇപ്പൊ നമ്മൾ എക്സാമിന്റെ മാർക്ക് 25ൽ 22 മാർക്ക് ഉണ്ട് മാർക്ക്. അപ്പൊ 22 എന്ന ചെറിയ നമ്പർ മുകളിലും ടോട്ടൽ മാർക്കിന് നമ്മൾ താഴെയുമാണ് എഴുതാറുള്ളത്. ഇതുപോലെ തന്നെയാണ് പ്രോബബിലിറ്റിന്റെ കേസിലും വരുന്നത് കേട്ടോ. ഈ സെയിം കാര്യം തന്നെയാണ് പ്രോബബിലിറ്റിന്റെ കേസിലും വരിക. അതായത് നമുക്ക് വേണ്ടത് മുകളില്, വേണ്ടത് നമുക്ക് കാണാൻ പറഞ്ഞത് അല്ലെങ്കിൽ വേണ്ടത് ഡിവൈഡഡ് ബൈ ടോട്ടൽ, ആകെ എത്ര എണ്ണം ഉണ്ടോ അതിന്റെ എണ്ണം താഴെ. ഈ ഒരു രൂപത്തിലാണ് നിങ്ങൾ പ്രോബബിലിറ്റി എഴുതേണ്ടത്. വലിയ നമ്പർ ഡിനോമിനേറ്ററിലും ചെറിയ നമ്പർ ആയിരിക്കും ന്യൂമറേറ്ററിൽ ഉണ്ടാവുക. അത് മാറിപ്പോകരുത്. ഓക്കെ, അതെപ്പോഴും നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, ഇത് വെച്ചിട്ടാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്യുക. പിന്നെ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ നമുക്ക് ആവശ്യമായിട്ടുള്ള ഇതിൽ മെയിൻ ആയിട്ട് നമ്മൾ നമ്പേഴ്സിന്റെ ആണ്, നാച്ചുറൽ നമ്പേഴ്സ്, അങ്ങനത്തെ നമ്പേഴ്സ് വെച്ചിട്ടുള്ളതാണ് പറയാം. അല്ലെങ്കിൽ 1 ഡിജിറ്റ് നമ്പേഴ്സ്, 2 ഡിജിറ്റ് നമ്പേഴ്സ്, 3 ഡിജിറ്റ് നമ്പേഴ്സ്, നമ്പർ സ്ലിപ്സ്, ഇതൊക്കെയാണ് നിങ്ങൾ മെയിൻ ആയിട്ടും ക്വസ്റ്റ്യൻസിൽ കാണാം. ഇപ്പം 2 ഡിജിറ്റ് നമ്പർ അല്ലെങ്കിൽ 1 ഡിജിറ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ എന്താ? ഒരക്ക സംഖ്യ. മീൻസ് 1 മുതൽ നമ്മൾ 9 വരെയാണ് ഒരക്ക സംഖ്യ അല്ലെങ്കിൽ 1 ഡിജിറ്റ് നമ്പറിൽ ആ ഒരു കാറ്റഗറിയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാം. 2 ഡിജിറ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ 10 to 99 വരെയാണ് നമ്മൾ 2 ഡിജിറ്റ് നമ്പേഴ്സിന്റെ കാറ്റഗറിയിൽ ഇൻക്ലൂഡ് ചെയ്യുക. അപ്പൊ 3 ഡിജിറ്റ് നമ്പർ ആണെങ്കിലോ 100 മുതൽ നമുക്ക് 999. ഇവിടെ നോക്കിയാൽ ഇത് 1 ഡിജിറ്റ് ഉള്ളൂ, 1 ഡിജിറ്റ്. ഇവിടെ 1 to 2 ഡിജിറ്റ് ഉണ്ട്, ഇവിടെ 3 ഡിജിറ്റ് ഉണ്ട്. പല കുട്ടികളും ഈ 1 ഡിജിറ്റ് 2 ഡിജിറ്റ് എന്നൊക്കെ പറയുമ്പോൾ 1 ഡിജിറ്റ് നമ്പേഴ്സിന് ഒറ്റ സംഖ്യകൾ, ഒരക്ക സംഖ്യനെ നമ്മൾ ഒറ്റ സംഖ്യ എന്ന് മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യാറുണ്ട്. അങ്ങനെയല്ല, ഒരക്ക സംഖ്യ മീൻസ് 1 മുതൽ 9 വരെ. ഇതിനെ നമ്മൾ 3 ഡിജിറ്റ് നമ്പേഴ്സ് എന്നാണ് പറയാം. ടോട്ടൽ 1 ഡിജിറ്റ് നമ്പർ 9 എന്നാണ്, ടോട്ടൽ 2 ഡിജിറ്റ് നമ്പർ 90 ആണ്, ടോട്ടൽ 3 ഡിജിറ്റ് നമ്പർ 900 ആണ്. ഈ എണ്ണം കൂടെ ഒന്ന് മൈൻഡിൽ വെക്കാൻ നമുക്ക് ആവശ്യം വരും. അതുപോലെ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, ഒന്നാമത്തത് പ്രൈം നമ്പർ, അത് പെർഫെക്റ്റ് സ്ക്വയർ, അതുപോലെ ഡിവിസിബിൾ ബൈ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് കാണാം, ഡിവിസിബിൾ ബൈ, അതുപോലെ മൾട്ടിപ്പിൾ എന്ന് കാണാറുണ്ട്. ഓക്കെ, മൾട്ടിപ്പിൾ. അതുപോലെ പിന്നെ കാണുന്ന കോമൺ ആയിട്ടുള്ളതാണ് ഓഡ്, ഈവൻ. ഈ ടേംസ് ഒക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. പ്രൈം നമ്പർ മീൻസ് നമുക്കറിയാം, പ്രൈം നമ്പർ എന്ന് പറഞ്ഞാൽ ഫാക്ടേഴ്സ് ആയിട്ട് ഒരു നമ്പർ നമ്മൾ എടുത്താൽ ആ നമ്പറിന്റെ ഫാക്ടേഴ്സ് 1ഉം ആ നമ്പറും മാത്രം. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം, ഇപ്പോൾ നമ്മളൊരു 1 to 10 വരെയുള്ള നമ്പേഴ്സ് എടുക്കുകയാണ്. ഓക്കെ, 1 to 10 വരെയുള്ള നമ്പേഴ്സ് എടുക്കുമ്പോൾ നമുക്ക് 1നെ നമുക്ക് 1 into 1 എന്ന് എഴുതാം, 2നെ നമുക്ക് 1 into 2 എന്ന് എഴുതാം, 3യെ നമുക്ക് 1 into 3 എന്ന് എഴുതാം, 4 ആണെങ്കിൽ 1 into 4 എന്ന് എഴുതാം, 2 into 2 എന്ന് എഴുതാം. അപ്പൊ നമുക്ക് 4നെ നമുക്ക് 1 into 4 എന്ന് മാത്രമല്ല 2 into 2 ചെയ്താലും കിട്ടും. പക്ഷെ 5 ആണെങ്കിലോ അത് നമുക്ക് 1 into 5 എന്ന് എഴുതാൻ പറ്റുള്ളൂ. 6 ആണെങ്കിൽ 1 into 6 ഉണ്ട്, 2 into 3 ഉണ്ട്. അപ്പോൾ ഫാക്ടേഴ്സ് എടുക്കുന്ന സമയത്ത് 1ഉം ആ ഒരു നമ്പറും മാത്രം വരുന്ന നമ്പേഴ്സിനെയാണ് നമ്മൾ പ്രൈം നമ്പേഴ്സ് എന്ന് പറയാം. 1 എന്ന നമ്പർ പ്രൈം നമ്പറും അല്ല, കോമ്പോസിറ്റ് നമ്പറും അല്ല. സോ പ്രൈം നമ്പർ അല്ലാത്ത എല്ലാ നമ്പേഴ്സും കോമ്പോസിറ്റ് നമ്പേഴ്സ് ആണെന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പം ഇവിടെ നോക്കിയേ, നമ്മളിവിടെ പ്രൈം നമ്പറും കോമ്പോസിറ്റ് നമ്പറും ആണ് പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, പ്രൈം നമ്പർ ആൻഡ് കോമ്പോസിറ്റ് നമ്പർ ആണ് നോക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു 2, 3. അപ്പൊ ഏതൊക്കെയാണ് നമ്മൾ പ്രൈം നമ്പേഴ്സ് കാറ്റഗറിയിൽ നിങ്ങൾ മിനിമം അറിഞ്ഞിരിക്കണം. 2 വരും, 3 വരും, 5 വരും, 7 വരും, 11 വരും, 13 വരും, 17 വരും, 19 വരും. മിനിമം ഇത്ര നമ്പറെങ്കിലും നിങ്ങൾ അറിഞ്ഞിരിക്കണം. ബിലോ 20ൽ വരുന്ന പ്രൈം നമ്പേഴ്സ് ആണ്. ഇനി പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 into 1 is a perfect square, 2 into 2 4 is a perfect square, 3 into 3 9, then 4 into 4 16, 5 into 5 25, 6 into 6 36, etc. 49, 60, 64,
81, 100. ഇത്രയെങ്കിലും പെർഫെക്റ്റ് സ്ക്വയേഴ്സിനെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഡിവിസിബിൾ ബൈ 3, ഡിവിസിബിൾ ബൈ 2, ഡിവിസിബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് ഹരിക്കാൻ പറ്റുന്ന, ഡിവൈഡ് ചെയ്യാൻ പറ്റണം. ഫോർ എക്സാമ്പിൾ 9 എന്ന നമ്പർ ഡിവിസിബിൾ ബൈ 3 ആണ്. 3 കൊണ്ട് നമുക്ക് 9 പ്രോപ്പർ ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. റിമൈൻഡർ 0 ആയിരിക്കണം. മൾട്ടിപ്പിൾ ഓഫ് 3 എന്ന് പറഞ്ഞാൽ എന്താ? 3ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിലുള്ള നമ്പേഴ്സ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 3, 6, 9, 12 എക്സെട്ര. ഇതൊക്കെ മൾട്ടിപ്പിൾ ഓഫ് 3 ആണ്. ഓഡ് നമ്പർ നമുക്കറിയാം ഒറ്റ സംഖ്യ 1, 3, 5, 7. ഈവൻ നമ്പർ നമുക്കറിയാം 2, 4, 6, 8. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം പ്രോബബിലിറ്റി എന്ന ചാപ്റ്റർ പറയുമ്പോൾ. ഇത് മാത്രം പോരാ, നമുക്ക് മറ്റൊരു കാര്യം കൂടി നമ്മൾ അറിയണം. നമ്മൾ മെയിനായിട്ട് നമ്മൾ എപ്പോഴും കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരു റെക്ടാങ്കിൾ തരും, ദെൻ അതിന്റെ മിഡ് പോയിന്റിൽ നിന്നും ഇങ്ങനെ കണക്ട് ചെയ്തിട്ട് ഒരു ട്രയാങ്കിൾ തന്നിട്ടുണ്ടാവും. എന്നിട്ട് നമുക്ക് മെയിനായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആ റെക്ടാങ്കിളിന്റെ ഏരിയ തന്ന് ട്രയാങ്കിളിന്റെ ഏരിയ എത്ര മനസ്സിലാക്കി വെക്കുക. ഈ റെക്ടാങ്കിളിന്റെ ഏരിയയുടെ പകുതി ആയിരിക്കും ഈ ഒരു ട്രയാങ്കിളിന്റെ ഏരിയ. അപ്പൊ നമുക്ക് അവിടെ എന്ത് പറയാൻ പറ്റും? ഇവിടെ ഇതിന്റെ ഹാഫ്, റെക്ടാങ്കിളിന്റെ ഏരിയ ഒരു 40 സെന്റിമീറ്റർ സ്ക്വയർ ആണെങ്കിൽ ട്രയാങ്കിളിന്റെ ഏരിയ 20 സെന്റിമീറ്റർ